നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന അമലിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചില അമലുകൾ കൂടെ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് എഴുതി വച്ചാൽ കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന വലിയ അമലുകളാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളെയും വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, നമ്മുടെ വിഷയങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് ഓരോ അമലുകളും പഠിച്ചവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നമുക്ക് നൽകട്ടെ. എല്ലാം നിയന്ത്രിക്കുന്നവൻ റബ്ബാണല്ലോ. ആ റബ്ബിനറിയാം എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്ക് നൽകേണ്ടതെന്ന്. അത് കൃത്യമായി നൽകാൻ പല അമലുകളും കാരണമാകും. അത്തരം അമലുകളുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഫാത്തിഹ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ അമലിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഫാത്തിഹയിലെ ഫാത്തിഹ 41 തവണ ഓതുന്നത്, ഫാത്തിഹ 7 തവണ ഓതുന്നത്, ഇങ്ങനെ ഒരുപാട് അമലുകൾ കഴിഞ്ഞ വീഡിയോസിലും അതിന്റെ മുമ്പുള്ള വീഡിയോസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചില അമലുകൾ കൂടെയാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഫാത്തിഹ 1,25,000 ഓതിയവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഒരു സംശയവും വേണ്ടതില്ല എന്നുള്ളതാണ്. 1,00,000 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് 1,25,000 തവണ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ പല ആളുകളും സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഓതാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു പ്രത്യേക അമലുണ്ടല്ലോ. നമുക്കൊക്കെ അറിയാം 70,000 തഹ്ലീലിനെ പോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു അമലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ 1,00,000 തവണ എന്നൊക്കെ പറയുമ്പോൾ അത് എണ്ണത്തിൽ വലിയതായിരിക്കും. പക്ഷെ നമ്മൾ ഓതി വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും. വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ശക്തമായ വേദനയുള്ളവര്, തീരാത്ത മാറാത്ത തലവേദനയുള്ളവര്, തലവേദനയൊക്കെ വിവിധങ്ങളായ രൂപത്തിലുള്ളവരുണ്ട്. യാത്ര ചെയ്താൽ തലവേദന വരുന്നവര്, ഉറക്കമിളച്ചാൽ തലവേദന വരുന്നവര്, അതുപോലെ തന്നെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ തലവേദനയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. തലവേദനയുള്ളവര് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെറുതെ മെഡിസിൻസ് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. പെയിൻ കില്ലർ ഇങ്ങനെ റെഗുലർ ആയിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് വരുത്താൻ കാരണമാകും. അതുകൊണ്ട് പെയിൻ കില്ലർ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ എടുക്കരുത്, സ്വയം ഇഷ്ടപ്രകാരം എടുക്കരുത്. ഡോക്ടേഴ്സ് തന്നെ അത് കൃത്യമായ ഒരു ഇടവേള അതിന് നൽകും. അത് നമുക്ക് ചെറിയ ആശ്വാസത്തിന് താൽക്കാലികമായിട്ടൊക്കെ നൽകുന്നതാണ്. ആ ഒരു സ്ലിപ്പ് എടുത്ത് നമ്മൾ എപ്പോഴും പോയിട്ട് പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ചാൽ പിന്നീട് നമ്മുടെ കിഡ്നി ഡാമേജ് വരാനും അതേപോലെ തന്നെ ലിവറിനെയൊക്കെ ബാധിക്കാൻ അത് വലിയ കാരണമാകും. അതുകൊണ്ട് പെയിൻ കില്ലർ ഒന്നും ഇല്ലാതെ തലവേദന എങ്ങനെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ കൊണ്ട് നമുക്കെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കാണാം. ഇത് ആത്മീയമായൊരു വഴിയാണ്. തലവേദന കൊണ്ട് ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ തലവേദന മാറാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം പാരായണം ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം പാരായണം ചെയ്തതിന്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം പാരായണം ചെയ്തതിന്റെ ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആ 7 പ്രാവശ്യം ഓതുകയും വേണം. ഏതാണ് ദുആ എന്നറിയണോ? اللهم اذهب عني سوء ما أجد وفحشه بدعوة نبيك محمد المبارك المكين الأمين عندك എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ട്. അത് 7 പ്രാവശ്യവും നമ്മൾ പാരായണം ചെയ്യും. അപ്പൊ തലവേദനയുള്ളവര്, നെഞ്ചുവേദനയുള്ളവര്, ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലൊക്കെ വേദനയുള്ളവര്, അവരൊക്കെ പ്രത്യേകമായിട്ട് 7 ഫാത്തിഹ ഓതിയിട്ട് اللهم اذهب عني سوء ما أجد وفحشا بدعوة نبيك محمد المبارك المكين الأمين عندك
എന്ന് പറയുന്ന ദുആ 7 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദന ശമിപ്പിക്കുവാൻ ഈ സൂറത്തും ഈ ദുആയും കാരണമാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യുമ്പോൾ ആ അമലുകൾ കാരണമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുക, രോഗങ്ങൾ മാറുക എന്നുള്ളതൊക്കെ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രൂപവും രീതിയൊക്കെ. നമുക്കിപ്പോൾ ഒരു വീടുണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു ഡയറക്റ്റ് മുകളിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു വീട് നൽകുകയോ അതിന്റെ കീ എടുത്ത് ഇതാ നിന്റെ വീടിന്റെ ചാവി, നിന്റെ വീടിന്റെ കീ ആണ് ഇത്, ഇന്നാലിന്ന സ്ഥലത്താണ് നിന്റെ വീട് എന്ന് പറഞ്ഞ് അള്ളാഹു നൽകുകയല്ല ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കാര്യകാരണങ്ങൾ വഴിയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ വഴി നമുക്കത് ലഭിക്കും, ഏതെങ്കിലും ഒരു കാരണങ്ങൾ വഴിയാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം, അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത്തരം ബന്ധപ്പെടലുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഫാത്തിഹകള്. അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുന്നതൊക്കെ ദുആ കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ നന്മകളെത്താനും വരുമാനം വർദ്ധിക്കാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ബറക്കത്ത് ഉണ്ടാവാനും മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച 70 തവണ, തിങ്കളാഴ്ച 60 തവണ, ചൊവ്വാഴ്ച 50 തവണ, ബുധനാഴ്ച 40 തവണ, വ്യാഴാഴ്ച 30 തവണ, വെള്ളിയാഴ്ച 20 തവണ, ശനിയാഴ്ച 10 തവണ എന്നീ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാ മാസവും ഓതിയാൽ പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതൊക്കെ ഇപ്പോ മാസത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ്. മാസത്തിലെ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച, അപ്പോ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച, അത് കഴിഞ്ഞുള്ള ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോ മാസത്തിൽ 7 ദിവസം ചെയ്തുകൊണ്ട് ആമല് പൂർത്തിയാകും. അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. നമ്മൾ ഓരോ ആമലുകളും നമ്മൾ ഈ ബന്ധപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അപ്പൊ ഖുർആൻ കൊണ്ടാകുമ്പോ ഖുർആനിലെ ഏറ്റവും വലിയ പരിഹാരം അള്ളാഹുവിന്റെ കലാമാണത്. അത് ഇന്നും നിലകൊള്ളുന്ന ഒരു മുഅ്ജിസത്താണ്. അമാനുഷിക ശക്തിയുള്ള വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാക്കുകള് അത് ദിവ്യശക്തിയുള്ള നാക്കുകളാണ്. ആ രൂപത്തിലായിരിക്കണം. നമ്മുടെ നാക്കുകളെ കൊണ്ട് ഗീബത്ത് പറയാൻ പാടില്ല, നമ്മുടെ നാക്കുകളെ കൊണ്ട് നമീമത്ത് പറയാൻ പാടില്ല, നമ്മുടെ നാക്കുകളെ കൊണ്ട് കിദ്ബ്, കളവ് പറയാൻ പാടില്ല, നമ്മുടെ നാക്കുകളെ കൊണ്ട് അന്യന്റെ കുറ്റങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ശുദ്ധമായി ജീവിക്കുന്ന ഒരാള് അവന്റെ നാക്കുകൊണ്ട് അവൻ വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ കലാമിനെ പാരായണം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോ ആ ഒരു നാവ് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നാക്കായിരിക്കും. അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ അവര് ഒരു രോഗിയെ കാണുമ്പോ എനിക്ക് ക്യാൻസറിന്റെ 4th സ്റ്റേജിലാണുള്ളത്, ഞാൻ എന്താ ചെയ്യാ, ഡോക്ടേഴ്സ് എന്നെ കൈവടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില മഹാന്മാരുടെ അടുക്കലേക്ക് എത്തുമ്പോ അവര് പറയുന്ന മറുപടി ഉണ്ട്, ഇനി നിനക്ക് ആ ക്യാൻസർ വേണ്ട. ആ ഒരു സംസാരത്തോടു കൂടെ ഈ ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്ത ആ രോഗം ക്യാൻസർ വേണ്ട എന്ന് പറയലോട് കൂടെ മാറുകയാണ്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഒരു 90 ലക്ഷം കടമുള്ള ആളുകളെ കാസർഗോഡ് നിന്നൊരു സഹോദരനെ കോടിയിലധികം കോടികളുടെ കടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പൊ കോടിക്കണക്കിന് കടങ്ങളുള്ളതൊക്കെ വീടാൻ മിറാക്കിൾ അല്ലാതെ ഒരത്ഭുതം നടക്കാതെ എങ്ങനെയെങ്കിലും അത് വീടാനുള്ളൊരു വഴിയുണ്ടോ? എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് സംഘടിപ്പിക്കുക. അപ്പോ കുറച്ചു മുമ്പ് നമ്മളെ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു യുവാവ് വിദേശത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളം ഒന്നാകെ എല്ലാവരും കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ സംഘടിച്ചപ്പോൾ ആവശ്യമായ തുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റിയല്ലേ. അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളതാണ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം. ആ മിറാക്കിൾ സംഭവിപ്പിക്കാൻ ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ സാധിക്കൂ. പക്ഷേ അതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടാൻ ഓരോരുത്തർക്കും കഴിയും. അങ്ങനെയുള്ള കാരണങ്ങളിൽപ്പെട്ട ചില കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച 70 തവണ, തിങ്കളാഴ്ച 60 തവണ, ചൊവ്വാഴ്ച 50 തവണ, ബുധനാഴ്ച 40 തവണ, വ്യാഴാഴ്ച 30 തവണ, വെള്ളിയാഴ്ച 20 തവണ, ശനിയാഴ്ച 10 തവണ എന്നീ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാ മാസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതൊന്നും വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു അമലല്ല.
വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലായതുകൊണ്ട് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം. എല്ലാ മാസത്തിന്റെ തുടക്കത്തിലും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ജീവിതം മാറി മറിയേണ്ടതില്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചാലല്ലേ നമുക്ക് സന്തോഷം ലഭിക്കുള്ളൂ. ഈ അത്താഴ സമയത്ത് എന്ന് പറയുമ്പോൾ സഹറിന്റെ സമയം അഥവാ തഹജ്ജുദിനൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, വളരെ സവിശേഷമായ സമയം. എല്ലാവരും ഉറക്ക് ഒന്ന് മുറുകി എണീക്കുന്നില്ല. അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ മാത്രം എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ഈ തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത്. സുബഹിയുടെ വാങ്ക് കൊടുക്കുന്നതിൻ്റെയൊക്കെ 1.5 മണിക്കൂർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഒക്കെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ആ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ 41 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദുആ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ചെയ്തു നോക്കുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വെള്ളിയാഴ്ച രാവിലെ, അപ്പോൾ ചില ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഓർമ്മ വരണം, ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച രാവ് മുതൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്ന് കരുതിയതാണ്. അങ്ങനെ നേർച്ചയാക്കൊന്നും വേണ്ട, നമുക്കിനി കഴിയുന്നില്ലെങ്കിലോ അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കരുതി വെക്കാം, എനിക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ളത്. എന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിബ്ലക്ക് മുന്നിട്ട് വുളൂ എടുത്ത് കാമിലായ വുളൂയോടുകൂടെ സൂറത്തുൽ ഫാത്തിഹ ഒന്നുകിൽ 125 തവണ, അല്ലെങ്കിൽ 313 തവണ, അല്ലെങ്കിൽ 1000 തവണ ഓതിയാൽ വളരെ ആ കാലത്തോളമായി അവൻ ആഗ്രഹിച്ച് നടന്നിരുന്ന അവന്റെ ആഗ്രഹങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഓതുന്നതിനിടയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ അവന്റെ ചിന്ത മറ്റുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാനോ ഒന്നും പാടില്ല. അല്ലാഹ് എന്ന ചിന്തയിൽ, അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ഓതുക. അങ്ങനെ ഓതിയിട്ട് ആ ഒരു ഏകാന്തതയോടുകൂടെ, ഏകാഗ്രതയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് വളരെ കാലമായി നടക്കാതിരുന്ന ആ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ സൂറത്തുൽ ഫാത്തിഹയെ അതിരാവിലെ തന്നെ ഓതി കയ്യിലൂതി ആ മുഖത്തും വയറ്റത്തൊക്കെ തടവിയാല് ആ ദിവസം വിശപ്പും ദാഹവും അവനെ കഷ്ടപ്പെടുത്തുകയില്ല, അവന് വിശപ്പിന്റെ കാഠിന്യം അറിയുകയില്ല. അള്ളാഹു നമുക്ക് നാം ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസത്തിൽ 1 അല്ലെങ്കിൽ 2 ഓതിയിട്ട് കണ്ണില് തടവിയാൽ കാഴ്ചശക്തി വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ ഇപ്പൊ ഒറ്റത്തവണ ചെയ്യേണ്ട ഒരു അമലാണല്ലേ? ഒറ്റത്തവണ ഇങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തവണയായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്ന ഒരമലാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇനി വരുന്ന തലമുറയിലൊക്കെ ഈ കാഴ്ചശക്തി കുറയാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണെന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരുപാട് സർവേകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനൊരു ന്യായമായ കാരണവുമുണ്ട്. പുതിയ കാലത്ത് ലൈറ്റുകളുടെ ലോകത്താണ് നമ്മളുള്ളതല്ലേ? നമ്മൾ എങ്ങനെ നോക്കിയാലും ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ, ഓരോ ഗാഡ്ജറ്റ്സുകളുടെ ലൈറ്റുകൾ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുകയാണ്. പുതിയ പുതിയ മൊബൈൽ ഫോണുകളൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ഫോണുകളിലും ഇപ്പോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലല്ലേ, നേരിട്ടല്ലല്ലോ കാണുന്നത്. നിങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളിലേക്ക്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇതിന്റെ പ്രകാശം, ഇതിന്റെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും പൂർവ്വകാലങ്ങളിലും മുൻകാലങ്ങളിലൊന്നും ഇത്രമേലുണ്ടായിട്ടില്ല. ഇത് കാഴ്ചശക്തിയെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല നമ്മൾ കൂടുതൽ ആളുകളും മൊബൈൽ ഫോണൊക്കെ യൂസ് ആക്കുന്നത് അവരവരുടെ റൂമിലേക്ക് പ്രവേശിച്ച് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ മറ്റു ലൈറ്റുകളൊന്നും ഇല്ലാതെ ഈ പ്രകാശം മാത്രമാണ് കണ്ണുകളിലേക്ക് അടിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കണ്ണിനൊരു ഫ്രഷ്നെസ് കിട്ടേണ്ട സമയമാണ് എഴുന്നേൽക്കുന്ന സമയമല്ലേ?
ഈ ചില പഠനങ്ങളിലും ചില ആരോഗ്യപരമായ ജീവിതശൈലി പഠിപ്പിക്കുന്ന ചില പാഠ്യപദ്ധതികളിലൊക്കെ കാണാം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവന്റെ റൂമിന്റെ വിൻഡോസുകളുടെ ജനലുകളുടെ കർട്ടൻസുകൾ ഇരു കൈകളെ കൊണ്ടും വകഞ്ഞു മാറ്റണം. അപ്പൊ അതൊരു എക്സസൈസ് ആണ്. അങ്ങനെ മാറ്റുമ്പോൾ രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്യണം അല്ലെ. അങ്ങനെ രണ്ട് കരങ്ങളെ കൊണ്ടും മാറ്റിയിട്ട് അവൻ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം, ഒരു പച്ചപ്പിലേക്ക് നോക്കി നിൽക്കണം, ഒരു കുറഞ്ഞ സമയമെങ്കിലും 1 മിനിറ്റോ ഒക്കെ നോക്കി നിൽക്കണം. അപ്പൊ അവന്റെ കണ്ണിന് ലഭിക്കേണ്ടതായ ചില ഊർജങ്ങള്, ചില പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട ചില എനർജികളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലൊക്കെ കാണാം. മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ഇന്ന് കാലം മാറി എന്ന് മാത്രമല്ല, കാലം വളരെയധികം ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ ഈ സഞ്ചാരത്തിനൊടുവിൽ ഒരുപാട് ഉപകരണങ്ങളും ഗാഡ്ജറ്റ്സുകളും സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ നാം എഴുന്നേറ്റ് ഉടനെ തന്നെ നോക്കുന്നത്, നമുക്കൊരു ഊർജം കിട്ടേണ്ട സമയത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത് ഇത്തരം ഗാഡ്ജറ്റുകളുടെ, മൊബൈലുകളുടെ പ്രകാശങ്ങളാണ്, ലൈറ്റുകളാണ്. അത് നമ്മുടെ കണ്ണിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. അത്തരം സന്ദർഭങ്ങളിലേക്ക് നമുക്ക് ആത്മീയമായൊരു വഴിയാണ്, കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ മാസത്തിലെയും 1 അല്ലെങ്കിൽ 2 കണ്ണില് ഓതിയിട്ട് ഊതുക എന്നുള്ളത്, കണ്ണില് ഫാത്തിഹ ഓതിയിട്ട് ഊതുക എന്നുള്ളത്, കണ്ണില് തടവുക എന്നുള്ളത്, കണ്ണിലൂതാൻ കഴിയില്ല, തടവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുക, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാഴ്ചശക്തി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അമലും കൂടെയുണ്ട്. അത് മഹാനരായ മുഹമ്മദ് ദമ്യാത്തി സയ്യിദുൽ ബക്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശ്വവിഖ്യാതമായ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു അമലുണ്ട്. എന്താണെന്നറിയണോ? വാങ്കി വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന മാത്രയിൽ തന്നെ മർഹബൻ ബി ഹബീബി ഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അവന്റെ 2 തള്ളവിരലുകളിൽ ചുംബിച്ച് അതുകൊണ്ട് കൈ തടവുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, വാങ്കൊടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിട്ട് ഈ രൂപത്തിലെ കണ്ണുകൾ തടവിക്കഴിഞ്ഞാൽ അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല, കാഴ്ചശക്തി നഷ്ടപ്പെടൂല, തിമിരം ബാധിക്കൂല, ബാധിച്ച ആളുകൾക്ക് ഇത് മാറാൻ കാരണമാകും. ഇത് പതിവാക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഉസ്താദുമാര്, അല്ലാഹു നമ്മുടെയൊക്കെ ഉസ്താദുമാർക്ക്, ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെയൊക്കെ ദറജന അല്ലാഹു ഉയർത്തട്ടെ. നമ്മുടെ ഉസ്താദുമാരൊക്കെ ദർസില് നമുക്ക് ചെറുപ്പം നാളിലെ പറഞ്ഞു പഠിപ്പിച്ച് ശീലിപ്പിച്ചു തന്നതാണ്. അതൊക്കെ നമ്മൾ ദർസ് നടത്തുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മളത് പറഞ്ഞു കൊടുക്കും. അവരൊക്കെ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ചശക്തി നഷ്ടപ്പെടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ വേറെയും മഹാന്മാരുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ അത്തരം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു എന്ന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുകയാണ് നമ്മൾ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിന്റെ മറ്റൊരു ഭാഗത്ത് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നത്. സൂറത്തുൽ ഫാത്തിഹ 3 തവണ ഓതുക. ഓരോ പ്രാവശ്യവും ഓതുമ്പോ ഒടുവില് ആമീൻ പറയല്ലോ, വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ആമീൻ പറഞ്ഞ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. അങ്ങനെ 3 പ്രാവശ്യം ഓതിയിട്ട് ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ
അവന്റെ ഏതു രോഗങ്ങളും ശിഫയാകാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമുക്കൊക്കെ വലിയ ഹൈഫ്ള് നൽകട്ടെ. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശിഫയാകാൻ കാരണമാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവിലെ ബിസ്മി ചേർത്ത് സൂറത്തുൽ ഫാത്തിഹ വഇയ്യാക നസ്തഈൻ എന്ന ആയത്തെത്തുന്ന സമയത്ത് നിർത്തിയിട്ട് ഈ പറയാൻ പോകുന്ന ദുആ ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. ഏതാണതെന്നറിയോ? അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതെത്തിക്കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ദുആ اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام. اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام. اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام എന്ന് പറയുന്ന ദുആ വളരെ അർത്ഥവത്തായ ദുആയാണ്. ഞാനത് ആ അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സമയം കൂടുതലാകുമെന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ദുആ ചെയ്തിട്ട് ഫാത്തിഹ കംപ്ലീറ്റ് ആക്കുക. അങ്ങനെയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് എത്തിയ ശേഷം മറ്റൊരു ദുആ കൂടെ ദുആ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി അല്ലാഹുവിനോട് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നിറവേറും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ്? രണ്ടും ഒരുമിച്ച് ചെയ്യാം. രണ്ടും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ രണ്ടു സമയങ്ങളിലായിട്ട് ചെയ്യാം. ഒന്നിപ്പോ ഈ പറഞ്ഞ പോലെ ഫാത്തിഹ ഓതിയിട്ട് പൂർത്തീകരിക്കാം. രണ്ടാമത്തേത് ഫാത്തിഹ ഓതുമ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഭാഗത്തുമ്പോ പറയാൻ പോകുന്ന ദുആ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒറ്റ ഫാത്തിഹയിൽ തന്നെ രണ്ടു ആയത്തുകൾക്ക് ശേഷം ഇങ്ങനെ ചൊല്ലാം. രണ്ടാമത്തെ നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഭാഗത്തിൽ കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടത് അല്ലാഹുമ്മ സഖിർ ലി മത്ലൂബി بحق سر الفاتحة وبحق عزتك وعظمتك وبحق جلالك وجمالك وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين. എഴുതാത്തത് കൊണ്ടാണ്, എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല. എഴുതാത്തത് കൊണ്ടാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലാഹുമ്മ സഖിർ ലി മത്ലൂബി ബിഹഖി സിറിൽ ഫാത്തിഹ. ഞാൻ ഈ വഖഫ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വഖഫ് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നമ്മൾ അർത്ഥം അനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എനിക്ക് ഖൈറാത്തുകൾ നൽകണേ എന്നുള്ളത്, അല്ലാഹുവേ എനിക്ക് ഖൈറാത്തുകൾ നൽകണേ അങ്ങനെയല്ലല്ലോ പറയാം. നമ്മൾ അതിന്റെ വാക്കുകൾ അർത്ഥങ്ങൾ അനുസരിച്ചല്ലേ സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ അറബി ആകുമ്പോൾ ചിലപ്പോൾ പല ആളുകൾക്കും എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയില്ല, കാരണം അതിന്റെ അർത്ഥം തിരിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതാത്തത് കൊണ്ട്. اللهم سخر لي مطلوبي بحق سر الفاتحة وبحق عزتك وعظمتك وبحق جلالك وجمالك وبحق أهل السماوات والأرض وبحق جميع الأنبياء والمرسلين صلوات الله تعالى أجمعين والحمد لله رب العالمين. ഇതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഓതണ്ട. അപ്പൊ രണ്ട് രൂപത്തിൽ ചെല്ലാന്ന് പറഞ്ഞു. ഒന്ന് നമ്മളെ ഫാത്തിഹ ഒറ്റയടിക്ക് ഓതിയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഭാഗത്തുമ്പോൾ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ജ്മഅ ബൈനി എന്ന് പറയുന്ന ആ ദുആ ചെയ്യാം. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്ത് കഴിഞ്ഞിട്ട് ഇത് ഓതാ ഒരൊറ്റ ഫാത്തിഹയിൽ തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രൂപം ഒരു തവണ ഫാത്തിഹ ഓതുക, അപ്പോൾ ആ ആയത്തിന് ശേഷം ആ പറയുന്ന ദുആ ചെയ്യാം. രണ്ടാമത്തെ തവണ ഓതുന്ന സമയത്ത്
ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആയത്ത് കഴിയുമ്പോൾ അവിടെ ദുആ ചെയ്യേണ്ട ദുആ ഇങ്ങനെ ദുആ ചെയ്യാം. ഫാത്തിഹ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹ അത് ഉമ്മുൽ കിതാബാണ്. ഫാത്തിഹ വളരെ ശ്രേഷ്ഠമായതാണ്. ഫാത്തിഹയിൽ 7 ആയത്താണ്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഇമാമുകളുണ്ട്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്നവരുടെ അടുക്കലും ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുന്നവരുടെ അടുക്കലും 7 ആയത്തുകളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലായ ആർക്കെങ്കിലും അറിയുന്നു? ഞാൻ അതിന്റെ മറുപടി പറയുന്നില്ല, ആൻസർ പറയുന്നില്ല. ആരെങ്കിലും അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കുക. ഫാത്തിഹ 7 ആയത്താണെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചില ആളുകളുടെ അടുക്കൽ ഫാത്തിഹയിൽ ബിസ്മി ഇല്ല. അപ്പൊ ബിസ്മിയോടുകൂടെ 7 ആയത്താണ്, ബിസ്മി ഇല്ലാതെയും 7 ആയത്താണ് എന്നാണ് പറയുന്നത്. ബിസ്മി ഇല്ലാതെ 6 ആയത്തല്ലേ ആവുള്ളൂ, 7 ആയത്താവൂലല്ലോ. അതിനൊരു മറുപടി ഉണ്ട്. അറിവുള്ള ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിന്റെ ജവാബ് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ അവരുടെ ആൻസർ നമ്മൾ പിൻ ചെയ്ത് വെക്കും. അപ്പൊ അതിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയായാലും 7 ആയത്തല്ല. ഒരാൾക്ക് 5 മക്കളുണ്ട്. അതിലെ മൂത്ത ആളെ പേര് സലീം എന്നാണെന്ന് സങ്കല്പിക്കാം. സലീം അപ്പം മൊത്തം 5 മക്കൾ. അപ്പൊ സലീമിനെ മാറ്റി നിർത്തിയാലും 5 മക്കള്, സലീം ഉണ്ടായാലും 5 മക്കൾ എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. എന്നാൽ ഫാത്തിഹയിൽ അങ്ങനെ ശരിയാണ്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുമ്പോഴും ഫാത്തിഹ 7 ആയത്താണ്. ബിസ്മി ഫാത്തിഹയിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഫാത്തിഹ 7 ആയത്താണ്. അതിനൊരു കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് അറിവുള്ളവരത് അറിയിക്കുക. ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഫാത്തിഹ പഠിക്കൽ വളരെ അനിവാര്യമാണ്. ഫാത്തിഹ അതിന്റെ മദ്ദുകള്, ശദ്ദുകള്, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങള്, ഇങ്ങനെയുള്ളതൊക്കെ ഹർഫുകളുടെ മഖ്റജുകള്, ഹർഫുകളുടെ ഉച്ചാരണങ്ങള്, ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഓരോരുത്തരും പഠിക്കൽ വളരെ അനിവാര്യമാണ്. ഫാത്തിഹ ഓതാൻ അറിയാത്തവൻ അറിയില്ല എന്നതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലായതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ അറിവില്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങളിൽ ആണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു മലഞ്ചെരുവില് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഭാഗത്ത് ഒരു ആലിമും ഒരു പണ്ഡിതനും ഇല്ലാത്ത ഏകാന്തമായി ജീവിക്കുന്നവർക്കൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുപാടിലും അറിവുള്ള ധാരാളം ആളുകളുണ്ട്. ചോദിച്ചു പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഫാത്തിഹ കൊണ്ട് ഈ അമലുകളൊക്കെ ചെയ്യും.